നമസ്കാരം. വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ അന്തരിച്ച ആത്മാക്കൾക്ക് എൻ്റെ അന്ത്യാഞ്ജലികൾ. സൈന്യത്തിന് എത്രയും കൂടുതൽ പേരെ രക്ഷപ്പെടുത്താനാകട്ടെ, കൂടുതൽ പേര് രക്ഷപ്പെടട്ടെ, ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മാധവ് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട്, ആ പ്രോജക്റ്റ് നമ്മൾ നടപ്പിലാക്കിയെങ്കിൽ, അതായത് വെസ്റ്റേൺ ഗാർഡ്സ് പശ്ചിമഘട്ടത്തിലെ സെൻസിറ്റീവായിട്ടുള്ള പരിസ്ഥിതി ലോലമായ പ്രദേശങ്ങൾ സംരക്ഷിച്ചുവെങ്കിൽ കുറേയൊക്കെ ദുരന്തങ്ങൾ നമുക്ക് മാറ്റിവെക്കാമായിരുന്നു. പറയുന്നത് അത് വികസനത്തിനെതിരാണ്, കൃഷിക്കെതിരാണ് എന്നൊക്കെയാണ്. ആ വാദങ്ങൾ നിരത്തി സമരങ്ങൾ നടന്നത് നമ്മൾ അറിഞ്ഞു. പക്ഷേ ഒന്ന് മാറി ചിന്തിക്കുന്നത് നല്ലതാണ്. ഭൂമിയെ എത്രത്തോളം വേദനിപ്പിക്കുന്നുവോ അത് തിരിച്ചടിക്കും. കസ്തൂരി രംഗൻ റിപ്പോർട്ടെങ്കിലും നമുക്ക് നടപ്പാക്കാമായിരുന്നു. അത് കുറച്ചുകൂടി വികസനത്തിന് ഊന്നൽ നൽകുന്നതാണ്. പക്ഷേ എന്തു ചെയ്യാൻ, കുറേ ധനമോഹികളായിട്ടുള്ള ആൾക്കാർ ഈ പ്രകൃതിലോല മേഖലകളിൽ വളരെയധികം റിസോർട്ടുകളും കെട്ടിടങ്ങളും കെട്ടിപ്പൊക്കുകയും നമ്മുടെ പരിസ്ഥിതിയെ തന്നെ വ്രണപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അത് മാറ്റേണ്ട സമയമായി. ഇനി ഒരു മുന്നറിയിപ്പ് കൂടെ. നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം, അതിനെ ഒന്ന് ശ്രദ്ധിക്കണം. അത് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു ഡാമാണ്. ഇപ്പോഴേറ്റവും കൂടിയ പുതിയ ടെക്നോളജിയൊന്നുമല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വിള്ളലുകൾ സിമൻറ്റ് കൊണ്ട് മാച്ചാൽ ആ വിള്ളലുകൾ കാണാൻ പറ്റാതെയാകും. പക്ഷേ ആ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാലോ കേരളം മുഴുവൻ ഇല്ലാതാകും. ആറ്റം ബോംബുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയാവും ഇവിടെ ഉണ്ടാവുക. ഇനി നമുക്ക് ശ്രദ്ധ ചെലുത്തേണ്ടത് മുല്ലപ്പെരിയാറിലേക്കാണ്. ഞാൻ ഭയപ്പെടുത്താൻ പറയുകയല്ല, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വേണ്ട രീതിയിൽ ഗവൺമെൻറ്റിനെ അപ്രോച്ച് ചെയ്യുക. ശരി, നന്ദി, നമസ്കാരം.